വയനാടിന്റെ ഈ അതിജീവന പ്രശ്നത്തെ പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനില്ലേ? കേന്ദ്രത്തിന്റെ ഈ നിയമത്തിൽ ഇളവ് വരുത്തിയാൽ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമാണോ വയനാട്ടിലുള്ളത്? 9 മാസം കൊണ്ട് 85 മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞുപോയി. ഞങ്ങൾ ഇവരോട് ചോദിക്കുന്നത്, ഇവരെ ഞങ്ങൾ രാഷ്ട്രീയമായി വേട്ടയാടുമെന്നല്ല. നിങ്ങളൊക്കെ മനുഷ്യരാണോ? കേരളത്തിലെ മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്തു? എന്ത് നടപടിയെടുത്തു? ഫോറസ്റ്റ് ആക്ടിൽ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ എന്ത് നടപടിയെടുത്താൽ മാറ്റട്ടെ, ഞങ്ങളും തയ്യാറാണ് ഇതിന്. ഫോറസ്റ്റ് ആക്ടിൽ മാറ്റം വരട്ടെ. ഇവിടെ ഞങ്ങൾ ഇപ്പോൾ KPCC പ്രസിഡന്റ് കെ സുധാകരനും VD സതീശനും പ്രതിപക്ഷ നേതാവ് ഒരു ജാഥ സമരാജ്ഞി നയിച്ചു വരികയാണ്. ഇപ്പോൾ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലൊക്കെ ഞങ്ങൾ പോയി, മലപ്പുറത്തൊക്കെ. ഞാൻ 2 ഉദാഹരണം മാധു നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ, ഇവരുടെ നിഷ്ക്രിയത്വം അത് തെളിയിക്കാൻ വേണ്ടി. 2 വർഷം മുമ്പ് മരിച്ച ആളാണ്. ഭാര്യയ്ക്കൊപ്പം പള്ളിയിലേക്ക് പോയപ്പോൾ പേരാവൂർ പെരിങ്കരിയിലെ ജസ്റ്റിനെ ആന കൊലപ്പെടുത്തി. വൈഫ് അൽഫോൺസ KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും കാണാൻ വന്നിരുന്നു. ഇതുവരെ ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാൻ ഒരു സഹായം ഈ ഗവൺമെൻറ് കൊടുത്തില്ല. ഒരു സഹായം. ജസ്റ്റിൻ മരിച്ചിട്ട് അൽഫോൺസ എന്ന് പറയുന്ന സാധുവായിട്ടുള്ളൊരു വിധവ അവിടെ വന്ന് അവർ കണ്ണീര് നിഷ്കരണമാണ് ഒരു സഹായം പരസഹായവുമില്ലാതെ വിഷമിക്കുകയായിരുന്നു ആ സഹോദരി. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തും എന്നൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇന്ന് IC ബാലകൃഷ്ണനും ഒപ്പം T സിദ്ദിഖും ഒക്കെ അവിടെയുണ്ട്. അവർക്കെതിരെ പോലും ഒരു ഘട്ടത്തിൽ പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് അജീഷിന്റെ കൊലപാതകം അവിടെ ഉണ്ടാകുന്നത്. MP ക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? മധു, എത്ര നിഷ്കളങ്കമില്ലാത്ത ചോദ്യമാണത്. രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ ഇതുപോലെയുള്ള ദുഷ്ടശക്തികൾക്കെതിരായി നടത്തുന്ന വലിയൊരു ഭാരത് ജോഡോ ന്യായ യാത്രയിലാണ് നിങ്ങൾക്കും എനിക്കും ഈ വയനാട് ജനങ്ങൾക്കും എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ പരിപാടിയാണ് അദ്ദേഹം. വയനാട്ടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അവരിതാ ഇപ്പോൾ അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്, അവർ മുന്നോട്ട് വെച്ച പ്രതിരോധം എന്ന് പറയുന്നത്, അതിനൊപ്പം നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഒറ്റ ദിവസത്തെ യാത്ര മതി അല്ലേ നമ്മുടെ കാലത്ത്? അപ്പൊ ആ ഒരു ദിവസം മാറ്റിവെക്കാനില്ല എന്നുണ്ടോ? മധു, ഒരു ദിവസം മാറ്റി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾ ചോദിക്കേണ്ടത് രാഹുൽ ഗാന്ധിയോടല്ല. അദ്ദേഹം വയനാട് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവിടെ ഓടിയെത്താറുണ്ട്. നിങ്ങൾ ചോദിക്കേണ്ടത് തിരുവനന്തപുരത്തുള്ള മുഖ്യമന്ത്രിയോടാണ്. ഞങ്ങൾ ആരോട് ചോദിക്കണം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് രാഷ്ട്രീയമായ നിലപാട് പറയാനും കഴിയില്ല. ശ്രീ പഴകുളം മധു, അങ്ങനെയാണെങ്കിൽ CPM-കാര് നിങ്ങൾ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കൂ, നിങ്ങൾ വയനാട് MP യോട് ചോദിക്കൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വയനാട് MP യോട് മാത്രം ചോദിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? പോരാ, എല്ലാവരോടും ചോദിക്കാനുള്ളത് ചോദിക്കണം എന്നുള്ളതാണല്ലോ ജനാധിപത്യ രീതി. അപ്പോ മുഖ്യമന്ത്രി പോയില്ല, മന്ത്രിമാർ പോയില്ല എന്ന് കോൺഗ്രസ് ചോദിക്കുന്നുണ്ടെങ്കിൽ MP വന്നില്ല എന്ന് CPM-കാരും ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. പറയൂ മധു, ചോദിച്ചോളൂ. താങ്കൾക്ക് ചോദിക്കാം. ഞങ്ങൾ ആ ചോദ്യത്തെ വളരെ മര്യാദയോടുകൂടി കേൾക്കും. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി അവിടേക്ക് വന്നു കഴിഞ്ഞല്ലോ, അപ്പോൾ അത് പ്രശ്നമില്ല. എന്നാൽ ഇവിടെ പ്രശ്നം എന്താണ്? ഈ കർഷകർ അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ ഗവൺമെൻറ് കഴിയുന്നില്ല. ഇവർ ഇരുട്ടിൽ തപ്പുകയാണ്. ഇവരിനി എങ്ങനെ ജീവിക്കും? ഈ വയനാട്ടിൽ മാത്രമല്ല, ഇത് കണ്ണൂരിലുണ്ട്, പാലക്കാട്ടുണ്ട്, മലപ്പുറത്തുണ്ട്, പത്തനംതിട്ടയിലുണ്ട്, കേരളമെമ്പാടുമുണ്ട് വന്യമൃഗങ്ങൾ. ഇപ്പം നഗരങ്ങളിൽ പന്നി ഇറങ്ങുകയാണ്. ഈ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ കഴിയുന്നു? ഈ ഗവൺമെൻറ്റിലെ വനം മന്ത്രിക്ക് എന്താണ് ജോലി എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി വരണം എന്ന ആഗ്രഹത്തിൽ ഒരു തെറ്റുമില്ല. അദ്ദേഹം വന്നല്ലോ. ഈ കേരളത്തിലെ ഗവൺമെന്റ് ഒന്നും നഷ്ടപരിഹാരം ചെയ്യേണ്ടത്. എന്റെ പൊന്നെ, അദ്ദേഹം വന്നല്ലോ. വന്ന ആളുടെ തോളിലോട്ട് നമ്മൾ കയറണ്ട. അദ്ദേഹം വന്നല്ലോ, വരാത്തവരുടെ തോളിൽ കയറ്. അതല്ലേ പറയുന്നത്. വനാതിർത്തിയിൽ 1000കണക്കിന് ഹെക്ടർ സ്ഥലത്ത് ഒരു കൃഷിയും ചെയ്യാൻ സാധിക്കുന്നില്ല. ഭയന്ന് വീടിന് പുറത്തിറങ്ങാൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല. വയനാടിന്റെ ചുമതലയുള്ള വനം മന്ത്രിയോട് ഇത് നിരവധി തവണയായി അസംബ്ലിയിലും പുറത്തും ചോദിക്കുന്നു. അദ്ദേഹം അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹം ഇന്ന് അവിടെ എത്തിയിരുന്നെങ്കിൽ ഈ രോഷമെല്ലാം ഇന്ന് ഏറ്റുവാങ്ങിയത് T സിദ്ദിഖും IC ബാലകൃഷ്ണനുമാണ്. അവർക്ക് ജനങ്ങൾ അങ്ങനെ എന്ത് പറയാൻ കഴിയും? അവിടെ പ്രതിപക്ഷ MLA-മാരാണ്. മാനന്തവാടിയിൽ ഒരു MLA ഉണ്ട്, അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല. CPM ജില്ലാ സെക്രട്ടറി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവരുടെ ഒരു നേതാവ് അങ്ങോട്ട് പോയിട്ടില്ല. ഞങ്ങളുടെ MLA-മാരാണ് ഈ രോഷം മൊത്തം ഏറ്റുവാങ്ങാൻ വേണ്ടി, അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ആ സമരഭൂമിയിൽ പോയ ഞങ്ങളുടെ MLA-മാരാണ്. അവരാണ് ഈ രോഷം ഏറ്റുവാങ്ങുന്നത്. ആ രോഷം ഏറ്റുവാങ്ങാനാണ് നാളെ രാഹുൽ ഗാന്ധി വരുന്നത്. അദ്ദേഹം ജനങ്ങളെ കാണാനാണ് വരുന്നത്. എനിക്കിവിടെ ഒരു കാര്യമേ പറയാനുള്ളൂ. മാധു, എനിക്ക് രാഷ്ട്രീയമൊന്നുമല്ല.
ഈ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല. അത് നിരന്തരമായി നമ്മൾ ആവശ്യപ്പെടുകയാണ്. എന്നിട്ടും ഇവരുടെ ചെവിയിൽ ഇത് കയറുന്നില്ല. എന്തുകൊണ്ട് മുഖ്യമന്ത്രി അനങ്ങുന്നില്ല? 20-ാം തീയതി മന്ത്രിമാരുടെ 3 അംഗ സംഘം വരുമെന്ന്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അവിടെ ഓടി എത്തേണ്ട ആളല്ലേ തൊട്ടപ്പുറത്തുള്ള MLA, ആ ജില്ലയിലെ സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി, വനം മന്ത്രി, അവർ പോകുന്നില്ല. ഇപ്പൊ ജനക്കൂട്ടം അക്രമാസക്തരായി. മന്ത്രി എവിടെ പോയാലോ മന്ത്രിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, റേഡിയോ കോളർ വെക്കേണ്ടത് ഈ വനം മന്ത്രിയെ കണ്ടെത്താൻ വേണ്ടിയാണ്. അല്ലാതെ മൃഗങ്ങളെ ഞാൻ പറഞ്ഞു നിർത്താം, ഒറ്റക്കാരുടെ പറഞ്ഞു നിർത്താം. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഇവിടെ CPM നേതാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞത് എക്സാലോജിക്കിനെ ഒഴിവാക്കാൻ വേണ്ടി ആ പിണറായി വിജയൻ ആന വിട്ടു. അതല്ല, പിണറായി വിജയനെ ഒരാന കൂടി ചത്താൽ, ഒരാന കൂടി ഒരാളെ കൊന്നാൽ അത് വാർത്തയാകും, എക്സാലോജിക്ക് ഒതുങ്ങും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, ആവാസ വ്യവസ്ഥയിൽ ശരി 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 ശ്രീ പഴകുളം മധു.